നമ്മുടെ മന്ത്രിയായ സുരേഷ് ഗോപി കേരള മാപ്രകളോട് അപമര്യാദയായിട്ട് പെരുമാറുന്നു, ഇങ്ങനെയൊക്കെ പെരുമാറാവോ, ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്നാണ് കേരള മാപ്രകളെല്ലാം കൂടെ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നത്. സുരേഷ് ഗോപി BJPയിൽ അംഗത്വമെടുത്തതിന് ശേഷമാണ് കേരള മാപ്രകൾ ഇത്തരത്തിലുള്ളൊരു പ്രകോപനപരമായ ഒരു പ്രവൃത്തിയുമായിട്ട് ഇദ്ദേഹത്തിൻ്റെ പുറകെ കടന്നുകൂടുന്നത്. ഇദ്ദേഹത്തെ പെണ്ണുകേസിൽ കൊടുക്കാൻ വരെ നോക്കിയിട്ടുള്ളത് നമുക്കൊക്കെ അറിയാം. എന്നിട്ടും അദ്ദേഹത്തോട് ചോദ്യങ്ങളും ചോദിച്ച് ഈ കോലും പിടിച്ച് ചെല്ലുമ്പോൾ അദ്ദേഹം വളരെ മാന്യമായിട്ടാണ് മറുപടി പറയാറുള്ളത്. സത്യം പറഞ്ഞാൽ അങ്ങനെ പറയണമെന്ന് ഒരിടത്തും ഒരു നിയമമില്ല. അദ്ദേഹം പത്രസമ്മേളനം വിളിച്ച് അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാത്രം അദ്ദേഹം അത് പറയാനുള്ള നിയമമൊക്കെ തന്നെയുള്ളൂ. ഇവിടെ ആരുടെ വായിലിട്ടും കോലിട്ടിളക്കാൻ ചെന്ന് ഇതൊക്കെ തന്നെ മറുപടി കിട്ടുള്ളൂ. അത് സ്വാഭാവികമാണ്. ഈ കേരള മാപ്രകൾ എല്ലാവരും കൂടെ പരാതിയുമായിട്ട് എവിടെയാണ് ഓടിച്ചെന്നിരിക്കുന്നത്? നമ്മുടെ ഗണേശ മന്ത്രിയുടെ അടുത്ത്. അപ്പോൾ നമ്മുടെ ഗണേശ മന്ത്രിയുടെ മറുപടിയായിരുന്നു ഇതിനേക്കാട്ടിലേറെ രസകരമായത്. ഇദ്ദേഹം പണ്ട് അഭിനയിച്ച ഭരത്ചന്ദ്രൻ IPSലെ തൊപ്പി ഇന്നാൾ വരെ അദ്ദേഹത്തിൻ്റെ കാറിൽ സ്ഥിരമായിട്ടുണ്ടാകുമായിരുന്നത് ഇവിടെ തിരുവനന്തപുരംകാർക്ക് മുഴുവനും അറിയാം എന്നാണ് അദ്ദേഹം വളരെ പരിഹാസ്യ രൂപേണ പറഞ്ഞത്. പഴയ ഭരത്ചന്ദ്രൻ IPSൻ്റെ തൊപ്പി എന്നും കാറിൽ സൂക്ഷിച്ചിരിക്കുന്നത് തൻ്റെ ഉള്ളിലൊരു IPSകാരൻ ഒളിഞ്ഞു കിടപ്പുണ്ട്, അതുകൊണ്ട് മനുഷ്യരോടൊക്കെ ഒരു ആട്ടിത്തുപ്പുന്നൊരു സ്വഭാവം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്, ഇയാളെ ജയിപ്പിച്ചു വിട്ടാൽ പണി കിട്ടും എന്നാണ് ഇദ്ദേഹം അവിടെ പറഞ്ഞു വെച്ചത്. പക്ഷേ നമുക്ക് മനസ്സിലായ കാര്യം അതല്ല. അദ്ദേഹം ഓർമ്മകൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു നല്ല മനുഷ്യനായിട്ടാണ്. ഓർമ്മകൾ കാത്തു സൂക്ഷിക്കുന്ന ഒരാൾക്ക് മാത്രമേ നല്ലൊരു മനുഷ്യനാവാൻ പറ്റുള്ളൂ. 25 വർഷം മുമ്പ് തൻ്റെ 1 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്നൊരു കുഞ്ഞ് അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയത് ഇന്ന് അദ്ദേഹം പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയോടും മക്കളോടും സഹോദരങ്ങളോടും സഹപ്രവർത്തകരോടുമൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ചേർത്ത് നിർത്തൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തെ ആരൊക്കെ രാഷ്ട്രീയപരമായി എതിർക്കാൻ നോക്കി, അദ്ദേഹത്തെ പെണ്ണ് കേസിൽ പെടുത്താൻ നോക്കിയാലും കേരളത്തിലെ ജനങ്ങൾ അത് വിശ്വസിക്കത്തില്ല. അദ്ദേഹത്തെ പ്രകോപിതനാക്കി അദ്ദേഹത്തെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിവാദമുണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ തന്നെ അപഹാസ്യരാകുകയുള്ളൂ. ഒരു വനിതാ മാപ്രയോട് അദ്ദേഹം അപമര്യാദയായി പെരുമാറിയെന്നും പറഞ്ഞുണ്ടാക്കിയ പുകിലുകളൊന്നും ഇവിടെ ആരും മറന്നിട്ടില്ല.